ഈശോയുടെ സ്നേഹവും കരുണയും ആവോളം അനുഭവിച്ച വ്യക്തിയാണ് പത്രോസ് ശ്ലീഹ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കപ്പെട്ട പത്രോസ് മിശിഹായുടെ ഉത്ഥാനശേഷം തന്നെ ഏൽപ്പിച്ച അധികാരത്തിൽ മറ്റു ശിഷ്യന്മാരെ നയിച്ചു. 7 വർഷം അന്ത്യോക്യയിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. പിന്നീട് റോമിലേക്ക് മാറി. തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ പത്രോസ്. റോമിലെ മതപീഡന കാലത്ത് നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം വിശുദ്ധ പത്രോസിനെ തലകീഴായി വിശുദ്ധ വശമൊരുക്കുകയാണ് ചെയ്തത്. വിശുദ്ധ അൽഫോൻസാമ. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ആവേശം പകരാൻ മിശിഹ അനുഗ്രഹത്തിന്റെ അഗ്നി കൊടുത്താൽ ഈടനിന്മേൽ ഉയർത്തി വയ്ക്കപ്പെട്ട വിളക്കാണ്. 1910 ഓഗസ്റ്റ് 19 കുടമാളൂരിൽ ജനിച്ചു. 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിച്ചു. 1946 ജൂലൈ 27 അൽഫോൻസാമ ഇഹലോകം പ്രാപിച്ചു. ഈ ദിനമാണ് അൽഫോൻസാമയുടെ ഓർമ്മ ദിനമായി ആചരിക്കുന്നത്. 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. 1579 ഡിസംബർ 9 പെറുവിലെ ലിമയിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ഡൊമിനിക്കൻ സന്യാസ സഭയിലെ വരണ്ടമായിരുന്നു. സാധുക്കളുടെ വിശുദ്ധൻ, ഉപവീയ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിന് ഒരേ സമയം 2 സ്ഥലം പ്രത്യക്ഷപ്പെടാനാകുമായിരുന്നു. 1639 നവംബർ 3 അദ്ദേഹം മരിച്ചു. 1952 ജോൺ 23 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ സമ്പന്നർ ദരിദ്രർ എന്ന വ്യത്യാസമില്ല എന്ന സന്ദേശം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശുദ്ധ അന്തോണീസ്. പാതുവായിലെ വിശുദ്ധ അന്തോണീസ് സ്വർഗീയ ജ്ഞാനത്തിൻ്റെയും നഷ്ടപ്പെട്ടവ കണ്ടു കിട്ടുന്നതിൻ്റെയും മധ്യസ്ഥനാണ്. 1795 ആഗസ്റ്റ് 15 പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ചു. 15-ാം വയസ്സിൽ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. പിന്നീട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. 1231 ജൂൺ മാസം 13 വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ മരണത്തിന് 352 ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധന്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജൂൺ 13 വിശുദ്ധന്റെ ഓർമ്മ ദിനമായി നാം